ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ കൂടി നമ്മൾ റിവിഷൻ മാരത്തോൺ സീരീസുകൾ ആരംഭിക്കുകയാണ്. ഇതിന്റെ ക്ലാസ് 11 കെമിസ്ട്രിയുടെ, ക്ലാസ് 12 കെമിസ്ട്രിയുടെ ഒക്കെ റിവിഷൻ സീരീസുകൾ ആരംഭിക്കുകയാണ്. നമ്മൾ ഈ രണ്ട് ക്ലാസ് 11ലെയും ക്ലാസ് 12ലെയും ഒക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഏതാണെന്നൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിരുന്നു. അത് ടോപ്പിക് ഡിസ്കസ് ചെയ്തില്ല, പക്ഷേ ഇവിടെ നമ്മൾ ടോപ്പിക് ഡിസ്കഷനാണ്. ഇതൊരിക്കലും ഡീറ്റെയിൽഡ് കോൺസെപ്റ്റിലേക്കല്ല നമ്മൾ ഡിസ്കഷൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ആ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എന്താ പറയുക, ഓർത്ത് വെക്കുക. എക്സാമിന് എങ്ങനെ ആൻസർ ചെയ്യാം, നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും, അതിന്റെ കുറെ കോൺസെപ്റ്റുകൾ നോക്കും. സോ ഇതൊരു ഡീറ്റെയിൽ കോൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ അല്ല, എക്സാമിന് മാർക്ക് വാങ്ങുന്ന ഉദ്ദേശത്തിലുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മളിപ്പം ബേസിക്കലി ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഈ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്വാണ്ടം നമ്പേഴ്സ് ആണ്. നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എടുത്താൽ നമുക്ക് പ്രധാനമായിട്ട് 4 തരത്തിലുള്ള ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. ഒന്നാമത്തേത് n അഥവാ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഒന്നാമത്തേത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. രണ്ടാമത്തേത് L വരുന്നത് അസിമുതൽ ക്വാണ്ടം നമ്പർ. അസിമുതൽ ക്വാണ്ടം നമ്പർ, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ. പല പേരുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ, ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ. അല്ലെങ്കിൽ നമുക്കുള്ളത് ML ഉണ്ട്. ML എന്ന് പറയുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ML സ്റ്റാൻഡ്സ് ഫോർ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. പിന്നെ വരുന്നതെന്ന് പറയുന്നത് MS, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കോൾഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. MS വരുന്നതാണ് എന്ത്, സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നതിന് 1, 2, 3 1, 1, 2, 3 മുതൽ ടിൽ ഇൻഫിനിറ്റി വരെ വാല്യൂസ് പോസിബിൾ ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സ്റ്റാൻഡ് ചെയ്യുന്നത് ഷെല്ലിന് വേണ്ടിയാണ്. ഏതാണോ കറസ്പോണ്ടിങ് ഷെല്ല് അതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് n ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് K ഷെല്ലും, n ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ അത് L ഷെല്ലും, n ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ അത് M ഷെല്ലുമാണ്. അതായത് എന്നിന്റെ വാല്യൂ കൂടുമ്പോൾ ആറ്റത്തിന്റെ സൈസ്, ആറ്റത്തിന്റെ സൈസ് കൂടുന്നു. എന്നിന്റെ വാല്യൂ കൂടുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കൂടുന്നു. രണ്ടാമത്തേന്ന് പറയുന്നത് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ആണ്. ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന എല്ലിന്റെ വാല്യൂ 0, 1, 2, 3 എക്സെട്ര ടിൽ എത്ര വരെ വരാം, n-1 വരെ വരാം. അതായത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിലകത്ത് എന്നിന്റെ വാല്യൂ എന്ന് പറയുന്ന 3 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ 0, 1, 2 എന്ന് വരാം. അതായത് ഇപ്പൊ എന്നിന്റെ വാല്യൂ 5 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ 0, 1, 2, 3, 4 വരെ വരാം. അതായത് എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് S സബ്ഷെല്ലിനെയാണ്. ദെൻ എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്ന P സബ്ഷെല്ലിനെയാണ്. എല്ലിന്റെ വാല്യൂ 2 ആണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്ന D സബ്ഷെല്ലിനെയാണ്. എല്ലിന്റെ വാല്യൂ 3 ആണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് F സബ്ഷെല്ലിനെയാണ്. സോ ബേസിക്കലി നമ്മളിപ്പോ എന്താണ്, ഈ അസിമുതൽ ക്വാണ്ടം നമ്പർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ, ഓർബിറ്റലുകളുടെ ഷേപ്സ് ഓഫ് ദി ഓർബിറ്റലിനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മളിപ്പം S സബ്ഷെൽ നോക്കിയാൽ S സബ്ഷെൽ എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ആണ്. P സബ്ഷെൽ എന്ന് പറയുന്നത് ഡംബൽ ആണ്. D സബ്ഷെൽ എന്ന് പറയുന്നത് മെയിൻലി ഡബിൾ ഡംബൽ ആണ്. അടുത്ത ക്വാണ്ടം നമ്പർ വരുന്ന മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ML. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ MLന്റെ വാല്യൂ എന്ന് പറയുന്നത് -L മുതൽ +L വരെ 0 അടക്കം. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ എല്ലിന്റെ വാല്യൂ 2 ആണെങ്കിൽ MLന്റെ വാല്യൂ എന്ന് പറയുന്നത് -2, -1, 0, +1, +2 ഇത്രയും പോസിബിലിറ്റി കിട്ടും. അതായത് 5 ഡിഫറെന്റ് M വാല്യൂസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ അതായത് 5 ഡിഫറെന്റ് സബ്ഷെല്ലുകൾ പോസിബിൾ ആണ്. അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അതായത് എല്ലിന്റെ വാല്യൂ 2 ആകുമ്പോൾ അതെന്ന് പറയുന്നത് D സബ്ഷെല്ലാണ്. എല്ലിന്റെ വാല്യൂ 2 ആകുമ്പോൾ അത് D സബ്ഷെല്ലാണ്. എല്ലിന്റെ വാല്യൂ 2 ആകുമ്പോൾ അത് D സബ്ഷെല്ലാണെങ്കിൽ ML എന്ന് പറയുന്നത് വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, 5 ഡിഫറെന്റ് തരത്തിലുള്ള D സബ്ഷെല്ലുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതേപോലെ എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ എന്താണ്, MLന്റെ വാല്യൂ എന്ന് പറയുന്നത് -1, 0, +1 ആണ്. 3 തരത്തിലുള്ള P സബ്ഷെല്ലുകൾ ഉണ്ടെന്നുള്ളത് ക്ലിയർ ആയി. അപ്പൊ ML എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, ML ഈസ് റെപ്രസെന്റിംഗ് സ്പേഷ്യൽ ഓറിയന്റേഷൻ ഓഫ് ദി ഓർബിറ്റൽ. ഓർബിറ്റലുകളുടെ സ്പേഷ്യൽ ഓറിയന്റേഷനെയാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്, ML റെപ്രസെന്റ് ചെയ്യുന്നത്. MS എന്ന് പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. സ്പിൻ ക്വാണ്ടം നമ്പർ എടുത്താൽ 2 പോസിബിലിറ്റി, +1/2 അല്ലെങ്കിൽ -1/2 എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇറ്റ് ഈസ് ബേസിക്കലി, അതായത് അതിന്റെ ആക്സിസ് അനുസരിച്ചിട്ട് അതെങ്ങനെ ഓറിയന്റ് ചെയ്തിരിക്കുന്നു, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ അതോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ ഓറിയന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സ്പിൻ ക്വാണ്ടം നമ്പറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്വാണ്ടം നമ്പറുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനുള്ളിൽ ഉണ്ടാവും. അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം പോവാനായിട്ട്. ഈ ക്വാണ്ടം നമ്പറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന 2-3 കോൺസെപ്റ്റുകൾ കൂടി നമ്മളിവിടെ പറയാം, എന്നിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോഡുകളാണ്. നോഡ് എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി 0 ആകുന്ന പോയിന്റുകൾ
പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് നോഡുകൾ. ഇലക്ട്രോണെ കാണാനുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി 0 ആകുന്ന പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് നോഡ് എന്ന് പറയുന്നത്. സോ നോഡുകൾ പലതരമുണ്ട്. ഒന്നാമത്തെ നോഡ് എന്ന് പറയുന്നത് റേഡിയൽ നോഡ്. ഒരു സിസ്റ്റത്തിൽ റേഡിയൽ നോഡ് കണ്ടുപിടിക്കാൻ n-l-1 എന്ന് പറയുന്ന ഫോർമുലയും, ഒരു സിസ്റ്റത്തിലെ ആംഗുലർ നോഡുകൾ കണ്ടുപിടിക്കാനായിട്ട് ഈക്വൽ ടു എൽ ആണ്. എല്ലിന്റെ വാല്യൂ എത്രയാണോ അതാണ് ആംഗുലർ നോഡിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഇപ്പൊ ടോട്ടൽ നോഡ് എന്ന് പറയുന്നത് റേഡിയൽ നോഡും ആംഗുലർ നോഡും കൂട്ടുന്നതായിരിക്കും, നത്തിങ് ബട്ട് ഈക്വൽ ടു n-1 ആയിരിക്കും. n-1 ആയിരിക്കും. ഇനി നമ്മുടെ ഒരു സിസ്റ്റത്തെ നോക്കുമ്പോൾ ഒരു സിസ്റ്റത്തിന്റെ n+l വാല്യൂ കൂടുന്നതനുസരിച്ച്, ഒരു സിസ്റ്റത്തിന്റെ n+l വാല്യൂ കൂടുന്നതനുസരിച്ച് ആ സിസ്റ്റത്തിന്റെ എനർജി കൂടുന്നു. ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു രണ്ട് സിസ്റ്റത്തിന്റെ n+l വാല്യൂ സെയിം ആണെങ്കിൽ അവിടെ ഏതിനാണോ n വാല്യൂ കൂടുതൽ അതിന് എനർജി കൂടുതലായിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, n+l വാല്യൂ കൂടുന്നതനുസരിച്ചിട്ട് എനർജി കൂടുന്നു. ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ രണ്ട് സിസ്റ്റങ്ങളുടെ n+l വാല്യൂ സെയിം ആണെങ്കിൽ ഏതിനാണോ n വാല്യൂ കൂടുതൽ അവിടെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, അവിടെ എനർജി കൂടുതലായിരിക്കും എന്ന് പറയാനായിട്ട് പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ ഓരോ ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞു. ഇനി കുറെ കോൺസെപ്റ്റുകൾ കൂടിയുണ്ട്. അത് ചോദ്യങ്ങൾ കാണുമ്പോൾ ചോദ്യങ്ങളുടെ കൂടത്തിൽ അഡീഷണൽ കോൺസെപ്റ്റുകൾ കൂടി പറയുന്നു. ചോദ്യത്തിന് ഉത്തരം തരിക എന്നുള്ളതല്ല, റാദർ ദാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എന്ത് കോൺസെപ്റ്റുകൾ വന്നാലും എങ്ങനെ ചെയ്യുക എന്ന് കൂടിയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാക്കി തരാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ, റൈറ്റ് ദ നെയിംസ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ അർത്ഥം എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, അതുപോലെ എന്താണ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ക്വാണ്ടം മെക്കാനിക്കൽ അല്ലെങ്കിൽ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന 3 ക്വാണ്ടം നമ്പറുകളുണ്ട്. അത് പ്രിൻസിപ്പളും അസിമുതലും മാഗ്നറ്റിക്കുമാണ്. സ്പിൻ ക്വാണ്ടം നമ്പർ പറ്റത്തില്ല. സോ 4 ക്വാണ്ടം നമ്പറുകളുടെ പേര് എഴുതുക. ചിലപ്പോൾ 4 ക്വാണ്ടം ഏതെങ്കിലും ഒരു ക്വാണ്ടം നമ്പർ ചോദിച്ചിട്ട് അതിന്റെ സിഗ്നിഫിക്കൻസ് എഴുതാൻ വേണമെങ്കിൽ ചോദിക്കാം. എന്താണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? ഈ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കേണ്ട 3 പ്രിൻസിപ്പിളുകളുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ, ഓഫ് പ്രിൻസിപ്പിൾ. എന്താണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് no two electrons may exist in the same orbital and these electrons must have opposite spin. ഇതിലപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ചിലർക്ക് എളുപ്പമായിരിക്കും, ചിലർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഒരേ ഓർബിറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന 2 ഇലക്ട്രോണിന്റെ സ്പിൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കണം. അതായത് ഒരു ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവയുടെ സ്പിന്നുകൾ ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇത് ഇത്തിരി പാടാൻ മനസ്സിലാക്കാൻ. ഇതിൽ ഈസിയായിട്ട് നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ട്. എന്ത്? no two electrons in an atom can have same set of 4 quantum numbers. അതായത് ഒരു ആറ്റത്തിലുള്ള 2 ഇലക്ട്രോണുകൾക്ക് അവയുടെ എല്ലാ ക്വാണ്ടം നമ്പേഴ്സിന്റെയും കൂടെ വാല്യൂ ഒരേപോലെ ആവാൻ പാടില്ല. അതായത് ഒരു ആറ്റത്തിലുള്ള 2 ഇലക്ട്രോൺസിന് ഒരേ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആവാൻ പാടില്ല. ഇതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്വാണ്ടം നമ്പർ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതല്ലാതെ ഇതിനകത്ത് 2 റൂളുകൾ കൂടിയുണ്ട്. അതും കൂടി നമ്മൾ ഇത് അസോസിയേറ്റ് ചെയ്ത് പഠിക്കുവാണ്. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. എന്താണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി? ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്, നമ്മളിപ്പം ഒരു ഓർബിറ്റിൽ എടുത്താൽ അല്ലെങ്കിൽ ഒരു സെയിം സബ്ഷെൽ എടുത്താൽ ആ സെയിം സബ്ഷെല്ലിനകത്ത് ഇലക്ട്രോണുകളുടെ പെയറിംഗ് നടക്കണമെങ്കിൽ ആ സബ്ഷെല്ലിനകത്ത് എന്ത് ചെയ്യണം? ഓരോ ഇലക്ട്രോൺ വെച്ച് ഒക്കുപ്പൈഡ് അല്ലെങ്കിൽ സിംഗിളി ഒക്കുപ്പൈഡ് ആയിരിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് in the orbitals belonging to the same subshell does not takes place until each orbital belonging to that subshell has got 1 electron each. അതായത് അതിന്റെ അർത്ഥം എന്താണ്? ഒരേ സബ്ഷെല്ലിനകത്ത്
ഇലക്ട്രോണുകളുടെ പെയറിങ് നടക്കണമെങ്കിൽ ആ സബ്ഷെല്ലിനകത്തെ ഓരോ ഓർബിറ്റലുകളും ഓരോ ഇലക്ട്രോൺ വെച്ച് കിട്ടിയിരിക്കണം. അതായത് സിംഗ്ലി ഒക്കുപ്പൈഡ് ആയതിനു ശേഷം മാത്രമേ പെയറിങ് നടക്കുകയുള്ളൂ. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ ഇത് മൂന്നാമത്തെ ഒരു റൂൾ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഓഫ് ബോ പ്രിൻസിപ്പിൾ. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓഫ് ബോ പ്രിൻസിപ്പിൾ ആണ്. അതായത് orbitals are filled in the increasing order of their energy. അതായത് in the ground state of atom means excitation നടക്കാതെ നോർമൽ സ്റ്റേറ്റിൽ ground state of atomത്തിൽ in the ground state of atom the orbitals are filled in the increasing order of their energy. Orbitals are filled in the increasing order of their energy. സോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓർബിറ്റലുകളുടെ എനർജി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഓർബിറ്റലുകളുടെ എനർജി കണ്ടുപിടിക്കുന്നത് n+l വാല്യൂ യൂസ് ചെയ്തിട്ടാണ്. n+l വാല്യൂ ഒരേപോലെ ആണെങ്കിൽ എനർജി സെയിം ആണ്. അപ്പൊ രണ്ട് ഓർബിറ്റലിന്റെ ആണെങ്കിൽ അതിന് ഏതിനകത്ത് എനർജി കുറവെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്നിന്റെ വാല്യൂ നോക്കിയാൽ മതി. സോ എന്നിന്റെ വാല്യൂ ഏതിന് കൂടുതലോ അതിന് എനർജി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഡൺ. അപ്പം ആദ്യം ഫില്ല് ചെയ്യുന്നത് എനർജി കുറവുള്ള ഓർബിറ്റലില് ആയിരിക്കും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പോസിബിൾ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ച് ഈസി ആയിട്ട് മനസ്സിലാവും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പോസിബിൾ? ഈ തന്നിരിക്കുന്നതിൽ പോസിബിൾ ആയിട്ടുള്ളത് അല്ലാത്തത് ഏത്? n ഈസ് ഈക്വൽ ടു 3, l ഈക്വൽ ടു 1, m ഈക്വൽ ടു 0. അതായത് എന്നിന്റെ വാല്യൂ 3 ആകുമ്പോൾ l എന്ന് പറയുന്നത് എന്താ പറയാ 0 ആകാം, 1 ആവാം, 2 ആവാം, 3 ആവാൻ പാടില്ല. കാരണം 0 to n-1. അപ്പം ml എന്ന് പറയുന്നത് എന്തുവാ? ml കറസ്പോണ്ടിങ് ടു -l to +l ആണ്. ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ വാല്യൂ 3 ആണെങ്കിൽ l 1 ആവാം, m 0 ആവാം, ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇത് പോസിബിൾ ആണ്, നോ ഇഷ്യൂസ്. എന്നിന്റെ വാല്യൂ 3 ആവുന്നു, എല്ലിന്റെ വാല്യൂ 1 ആവുന്നു, കുഴപ്പമില്ല. എല്ലിന്റെ വാല്യൂ എന്നിനേക്കാൾ കുറവാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ എന്തൊക്കെ വരാം? എമ്മിന്റെ വാല്യൂ -1 വരാം, 0 വരാം, +1 വരാം. അപ്പൊ ഇത് ഓക്കെയാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ എല്ലിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1, 0, +1 വരാം, നോ ഇഷ്യൂ. ഇവിടെ എല്ലിന്റെ വാല്യൂ 2 ആണ്, എന്നിന്റെ വാല്യൂ 2 ആണ്. അപ്പൊ എല്ലിന്റെ വാല്യൂ 0യും 1 വരാം, ഇവിടെ 1 ആണ്, നോ ഇഷ്യൂസ്. എല്ലിന്റെ വാല്യൂ 1 ആയിരിക്കുമ്പോൾ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0, കുഴപ്പമില്ല. എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ -1, 0, +1 വരാം, ഇതും പ്രശ്നമില്ല. ഇവിടെ അടുത്തത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോ എന്നിന്റെ വാല്യൂ 2, എല്ലിന്റെ വാല്യൂ 0, അതിൽ പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. പക്ഷേ എമ്മിന്റെ വാല്യൂ -1, അത് നടക്കില്ല. കാരണം എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ ml-ന്റെ വാല്യൂ -l മുതൽ +l വരെയാണ്, ഇൻക്ലൂഡിങ് 0. അപ്പൊ എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ ml-ന്റെ വാല്യൂ 0 തന്നെയായിരിക്കും, പക്ഷെ -1 വരാൻ പറ്റില്ല. സോ ഓപ്ഷൻ ഡി പോസിബിൾ അല്ല. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഔട്ട് ഓഫ് ദ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഐഡന്റിഫൈ ദ പെയർ ഓഫ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ദ ഡീജനറേറ്റ് ഓർബിറ്റൽ? താഴെ തന്നിരിക്കുന്നതിൽ ഡീജനറേറ്റ് ഓർബിറ്റൽ ഏതാണെന്ന് ഐഡന്റിഫൈ. ഇപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് എസ് ഓർബിറ്റൽ ആണ്, എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് പി ആണ്, എല്ലിന്റെ വാല്യൂ 2 ആണെങ്കിൽ അത് ഡി ആണ്, എല്ലിന്റെ വാല്യൂ 3 ആണെങ്കിൽ അത് എഫ് ആണ്. ഇത്രയും കാര്യം നമ്മൾ മനസ്സിൽ വേണം. ഇനി ഒന്നാമത്തെ n ഈസ് ഈക്വൽ ടു 3, l ഈക്വൽ ടു 2. എന്നിന്റെ വാല്യൂ 3യും എല്ലിന്റെ വാല്യൂ 2 ആണെങ്കിൽ l 2 ആകുമ്പോൾ അത് d ആണ്, എന്നിന്റെ വാല്യൂ 3 ആണെങ്കിൽ ഇത് 3D സബ്ഷെൽ എന്ന് വരും. ഇനി അതേപോലെ ഇവിടെ നോക്കിക്കേ, എന്നിന്റെ വാല്യൂ 3, എല്ലിന്റെ വാല്യൂ 2, കുഴപ്പമൊന്നുമില്ല, ഇതും എന്ത് തന്നെ വരും? ഇത് 3D തന്നെ വരും. സോ ഒരേ ഓർബിറ്റലാണെന്ന് മനസ്സിലായി. ഇവിടെ എന്നിന്റെ വാല്യൂ 2, എല്ലിന്റെ വാല്യൂ 2. സി നമുക്കറിയാം, എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ 0, 1 ആവാൻ പറ്റുള്ളൂ, എല്ലിന്റെ വാല്യൂ 2 ആവാൻ പറ്റില്ല. കാരണം എല്ലിന്റെ വാല്യൂ 0 മുതൽ n-1 വരെയാണ്. സോ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അത് റൂൾഡ് ഔട്ട് ആണ്. അടുത്തത് എന്നിന്റെ വാല്യൂ 4, എല്ലിന്റെ വാല്യൂ 1. എന്നിന്റെ വാല്യൂ 4ഉം എല്ലിന്റെ വാല്യൂ 1ഉം ആണെങ്കിൽ ഇത് 4p ഓർബിറ്റൽ ആണ്. എന്നിന്റെ വാല്യൂ 3യും എല്ലിന്റെ വാല്യൂ 1ഉം ആണെങ്കിൽ ഇതെന്താണ്? എന്നിന്റെ വാല്യൂ 3, എല്ല് 1 എന്ന് പറയുമ്പോൾ p, ഇത് 3p ആണ്. ഒന്ന് 4p, മറ്റൊന്ന് 3p. അപ്പൊ രണ്ടും 2 ഡിഫറെന്റ് ഓർബിറ്റ് ആണ്, പോസിബിൾ അല്ല. എന്നിന്റെ വാല്യൂ 3, എല്ലിന്റെ വാല്യൂ 1, അപ്പൊ ഇതെന്ന് പറയുന്നത് 3p ആണ്. എന്നിന്റെ വാല്യൂ 3, എല്ലിന്റെ വാല്യൂ 2, അപ്പൊ എന്ന് പറയുന്നത് ഇത് 3D ആണ്. സോ 3pയും 3D ആണ്, ഇത് രണ്ടും പോസിബിൾ അല്ല. സോ ഡീജനറേറ്റ് ഓർബിറ്റൽ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, റൈറ്റ് ദി n and n values of the 3s ഇലക്ട്രോൺ. 3s ഇലക്ട്രോണിന്റെ എന്നിന്റെയും എല്ലിന്റെയും വാല്യൂ എഴുതുക. ഈ തന്നിരിക്കുന്ന ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വരുന്ന നമ്പർ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ എന്നിന്റെ വാല്യൂ എന്താണ്? 3 ആണ്.
Then എസ് സബ്ഷനിലെ സംബന്ധിച്ചിടത്തോളം എല്ലിന്റെ വാല്യൂ എന്താ? എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0. അപ്പൊ എല്ലിന്റെ വാല്യൂ എന്നിന്റെ വാല്യൂ 3യും എല്ലിന്റെ വാല്യൂ 0 ആവുന്നതാണ് എന്ത് 3s സബ്ഷൻ എന്ന് പറയുന്നത്. Which of the following is the correct electronic configuration of nitrogen? താഴെ തന്നിരിക്കുന്നതിൽ നൈട്രജന്റെ കറക്റ്റ് കോൺഫിഗറേഷൻ എന്ത്? 1s2 2s2 2p3 ആണ്. നമുക്കറിയാം പി എന്ന് പറയുമ്പോൾ 3 ഡിഫറെന്റ് ഓർബിറ്റലുണ്ട്. നമുക്കറിയാം പി എന്ന് പറയും 3 ഡിഫറെന്റ് ഓർബിറ്റൽ ഉണ്ട്. സോ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി അനുസരിച്ചിട്ട് പെയറിംഗ് നടക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? സിംഗിളി ഒക്കുപ്പ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയേ 2px പെയറിംഗ് നടന്നു. സോ പെയറിംഗ് പോസിബിൾ അല്ല. സോ എന്താണ് ഈ പറയപ്പെടുന്ന ഓപ്ഷൻ എ ആവില്ല കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി ആണ്. കാരണം 2pയിൽ ഒന്ന് വന്നു, 2pxൽ ഒന്ന് വന്നു, 2pyയിൽ ഒന്ന് വന്നു, 2pzൽ ഒന്ന് വന്നു. സോ ഹൺസ് റൂൾ അനുസരിച്ചിട്ട് ദ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ടേക്സ് പ്ലേസ് ഓൺലി വെൻ ദേ ആർ degenerate orbitals are singly occupied. അപ്പോൾ സിംഗിളി ഒക്കുപ്പൈഡ് ആയത് എവിടെയേ ഉള്ളൂ? ഓപ്ഷൻ ബിയിലേ ഉള്ളൂ. സോ ഇവിടുത്തെ ആൻസർ ഏത് റൂളാണ്? റൂൾ എന്ന് പറയുന്നത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ആണ്. ഓക്കെ, അടുത്തത് ഹൗ മെനി ഇലക്ട്രോൺസ് ഇൻ ദ ക്ലോറിൻ ആറ്റം ക്യാൻ ഹാവ് n+l വാല്യൂ ഈക്വൽ ടു 3? അതായത് ക്ലോറിൻ ആറ്റത്തിൽ n+l വാല്യൂ എന്ന് പറയുന്നത് 3 ആവണം. ക്ലോറിൻ ആണ് തന്നിരിക്കുന്നത്. ക്ലോറിൻ നമുക്കറിയാം. ഇപ്പോൾ n+l എന്ന് പറയുന്നത് 3 ആവുക എന്ന് പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ 0 ആയാൽ എല്ലിന്റെ വാല്യൂ മിസ്റ്റേക്ക് എന്നിന്റെ വാല്യൂ 3 ആയാൽ എല്ലിന്റെ വാല്യൂ 0 ആയാൽ നമുക്ക് എന്ത് കിട്ടും? 3s സബ്ഷനിൽ കിട്ടും. നോ ഇഷ്യൂസ്. ദെൻ അതേപോലെ എന്നിന്റെ വാല്യൂ 2 ആയാൽ എല്ലിന്റെ വാല്യൂ 1 ആയാൽ നമുക്ക് 2p സബ്ഷനിൽ കിട്ടും. അവിടെയും വിഷയമൊന്നുമില്ല. ഇനി എന്നിന്റെ വാല്യൂ 1 ആയാൽ എല്ലിന്റെ വാല്യൂ 2 ആവാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. സോ നമുക്ക് n+l വാല്യൂ 3 കിട്ടണമെങ്കിൽ 2 പോസിബിലിറ്റി ഉള്ളൂ. ഒന്ന് 3sഉം ഒന്ന് 2pയും. നമുക്കറിയാം ക്ലോറിൻ ആറ്റം എടുക്കുമ്പോൾ ക്ലോറിന്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p5 ആണ്. കാരണം അറ്റോമിക് നമ്പർ 17 ആണ്. സോ ക്ലോറിന്റെ 2p ഓർബിറ്റലിൽ 6 ഇലക്ട്രോണും 3s ഓർബിറ്റൽ 2 ഇലക്ട്രോണും ഉണ്ട്. അപ്പം 6 2 8. അപ്പൊ എത്ര ഇലക്ട്രോണിന് n+l വാല്യൂ 3 ആയിട്ടുണ്ടാവും? 8 ഇലക്ട്രോൺ. 8 ഇലക്ട്രോൺ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഹാവിംഗ് ദ വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു 1 നാനോമീറ്റർ. അതായത് 1 നാനോമീറ്റർ വേവ് ലെങ്ത് വരുന്ന 1 നാനോമീറ്റർ വേവ് ലെങ്ത് വരുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കത് അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കറിയാം ഡി ബ്രോഗ്ലീസ് റിലേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എഴുതാം ലാംഡ ഈസ് ഈക്വൽ ടു h/mv. ലാംഡ എന്ന് പറഞ്ഞ h/mv. വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്, h ഉണ്ട്. നമുക്ക് വേണ്ടത് v ആണ്. v ഈസ് ഈക്വൽ ടു h/m ഇൻറ്റു ലാംഡ എന്ന് കിട്ടും. സോ എച്ചിന്റെ വാല്യൂ എന്താ? 6.6 ഇൻറ്റു 10⁻⁻34 ആണ്. മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്ക് തന്നിട്ടുണ്ട് 9.1 ഇൻറ്റു 10⁻⁻31. ദെൻ വേവ് ലെങ്ത് എന്താണ്? 1 നാനോമീറ്റർ. 1 നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻9 മീറ്റർ ആണ്. So it will become 10⁻⁻9. So 10⁻31 10⁻�9 എന്ന് പറയുമ്പോൾ 10⁻⁻40 വരും. 10⁻⁻40 മുകളിൽ ചെന്നാൽ 10⁻+40 ആവും. അപ്പൊ 10⁻⁻34ഉം 10⁻40 കൂടെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു 10⁻6 കിട്ടും. ഇനി 6.6നെ 9.1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0.72 ഇൻറ്റു 10⁻6 എന്ന് കിട്ടും. നത്തിങ് ബട്ട് 7.2 ഇൻറ്റു 10⁻5 മീറ്റർ പെർ സെക്കൻഡ് എന്ത് കിട്ടി? വെലോസിറ്റി കിട്ടി. ഈ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജി ഈക്വൽ ടു ½ ഇൻറ്റു mv². മാസ് ഓഫ് ദി ഇലക്ട്രോൺ 9.1 ഇൻറ്റു 10⁻⁻31. വെലോസിറ്റി എന്ത് കണ്ടുപിടിച്ചു? 7.5 ഇൻറ്റു 10⁻5 ഹോൾ സ്ക്വയർ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വെലോസിറ്റി അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 238.5 ഇൻറ്റു 10⁻⁻21 ജൂൾസ് എന്ന് കിട്ടും. അതായിരിക്കും ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സെക്കൻഡ്. ഓക്കെ, റൈറ്റ് ഓൾ ക്വാണ്ടം നമ്പേഴ്സ് ഫോർ ദ ഹയസ്റ്റ് എനർജി ഓർബിറ്റൽ ഓഫ് സോഡിയം. സോഡിയത്തിന്റെ ഹയസ്റ്റ് എനർജി ഓർബിറ്റലിലെ ക്വാണ്ടം നമ്പറുകൾ എഴുതുക. നമുക്കറിയാം സോഡിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 11 ആണ്. സോ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s1 ആണ്. അപ്പൊ ഏറ്റവും എനർജി ഉള്ള ഓർബിറ്റൽ എന്ന് പറയുന്നത് 3s1 ആണ്. അപ്പൊ 3s1ന്റെ ക്വാണ്ടം നമ്പേഴ്സ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ 3sൽ നമുക്കറിയാം എന്നിന്റെ വാല്യൂ 3 ആണ്,
എസ് ഓപ്ഷനിലായതുകൊണ്ട് എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 വരും. ദെൻ എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ എം എല്ലിന്റെ വാല്യൂ 0 വരും. അപ്പൊ എന്ത് വരും? എം എസ് സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ് ആയിരിക്കും. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഹൗ മെനി അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ Fe3+ അയോൺ? നമുക്കറിയാം അയൺ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 26 ആണ്. കോൺഫിഗറേഷൻ എഴുതിയ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടും 1s2, 2s2, 2p6, 3s2, 3p6, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, അപ്പൊ 20 വന്നു. ദെൻ 3d6 വന്നു. പക്ഷെ ഇവിടുത്തെ വാലൻസ് ഷെൽ ഏതാ? 4s ആണ്. സോ ഇതിന്റെ കോൺഫിഗറേഷൻ ശരിക്കും വാലൻസിൽ 3d6, 4s2 എന്നാണ് ആക്ച്വൽ കോൺഫിഗറേഷൻ എഴുതേണ്ടത്. കാരണം വാലൻസ് ഷെല്ല് എന്ത് 4s2 ആയതുകൊണ്ട് 2p6, 3s2, 3p6. സോ വി ഹാവ് 3d6, 4s2. ഇനി Fe3+ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? Fe3+ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വാലൻസ് ഷെല്ലിൽ നിന്ന് 3 ഇലക്ട്രോൺ പോകണം. അപ്പൊ 4s നിന്ന് നമ്മളൊരു ഇലക്ട്രോൺ കളഞ്ഞു, പിന്നെ 3d6 നിന്ന് ഒരെണ്ണം അവിടെ കളഞ്ഞു. അപ്പൊ എന്ത് ബാക്കി? എൻ്റെ 3d5 ഉണ്ട്. സോ 3d5 ആണ് കിട്ടുക. ഡിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഡി 5 ഡിഫറെന്റ് സബ് ഷെല്ലുകളുണ്ട്. അപ്പം D5 എന്ന് പറയുമ്പോൾ ഹൺസ് റൂൾ 1, 2, 3, 4, 5. അപ്പൊ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ വരും? 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരും. സോ 5 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ക്വാണ്ടം നമ്പർ ഡിറ്റർമൈൻസ് ദ ഓറിയന്റേഷൻ ഓഫ് ആൻ ഓർബിറ്റൽ? ഒരു ഓർബിറ്റലിന്റെ ഓറിയന്റേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ക്വാണ്ടം നമ്പർ ഏതാണ്? ഒരു ഓർബിറ്റലിന്റെ ഓറിയന്റേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ക്വാണ്ടം നമ്പർ ആണ് ML എന്ന് പറയുന്നത്. ഷേപ്പ് ഓഫ് ദി സബ്ഷെൽ ആണെങ്കിൽ നമ്മൾ പറയുന്നത് L ആണ്. ഓറിയന്റേഷനെ പറ്റി പറയുന്നത് ML ആണ്. What is the total number of electron can have n is equal to 3 and ML equal to 0 in an atom? അതായത് എന്നിന്റെ വാല്യൂ 3 ആവുകയും MLന്റെ വാല്യൂ 0 ആകുന്ന എത്ര ഇലക്ട്രോൺസ് ഒരു ആറ്റത്തിൽ ഉണ്ടാവാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്നിന്റെ വാല്യൂ 3 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ എന്ത് വരാം? 0 വരാം. എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ എന്താ? MLന്റെ വാല്യൂ 0 ആകാം. അങ്ങനെ എത്ര ഇലക്ട്രോൺ വരാം? 2 ഇലക്ട്രോൺ വരാം. കാരണം MS പ്ലസ് ആവും, MS മൈനസ് ആവും. അതേപോലെ എന്നിന്റെ വാല്യൂ 3 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ 1 വരാം. അങ്ങനെയാണെങ്കിലും ML എന്ന് പറയുന്നത് ഏതൊക്കെ വരാം? 0 വരാം, +1 വരാം, -1 വരാം. നമുക്ക് +1ഉം -1ഉം വേണ്ട, ആകെ 0 മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ML 0 എടുത്താൽ അവിടെ എത്ര ഇലക്ട്രോൺ വരും? 2 ഇലക്ട്രോൺ വരും. അതേപോലെ L is equal to 2 എടുത്താൽ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ L is equal to 2 എടുത്താൽ, അപ്പൊ ഇപ്പം L is equal to 2 എടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം? MLന്റെ വാല്യൂ -2, +2, -1, 0, +1, +2, 0 വരുന്ന എത്ര ഇലക്ട്രോൺ കാണും? 0 വരുന്ന 2 ഇലക്ട്രോൺ കാണും. അപ്പം അങ്ങനെ ഇനി എല്ലിന്റെ വാല്യൂ 3 ആവാൻ പറ്റില്ല, കാരണം എന്നിന്റെ വാല്യൂ 3 ആണ്. സോ ടോട്ടൽ എത്ര ഇലക്ട്രോൺ വരും? ടോട്ടൽ 6 ഇലക്ട്രോൺ വരും. 6 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇൻ റിലേഷൻ ടു ക്വാണ്ടം നമ്പർ. അപ്പൊ നമ്മൾ അങ്ങനെ ചോദിച്ചാൽ എന്താണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. അതിനകത്ത് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ട് നിങ്ങൾ പറയേണ്ടത് സ്പിൻ ക്വാണ്ടം നമ്പർ എന്നുള്ള രീതിയിലാണ്. ഒരു സിമ്പിൾ ഉദാഹരണം എടുത്താൽ, ഇവൻ n is equal to 3, L is equal to 0, ML is equal to 0, that will be corresponding to 3s subshell. If so, the 3s can hold only 1 electron, but in order to hold 2 electron, we have the next quantum number that is called spin quantum number, one with the plus half and another with another half. So that is why when you are considering each subshell can have 2 electron. That is why when you consider 3s can hold total 2 electron. If you take a 3p, there are 3 different p subshells are there. So each subshell can hold 2 electron each. Therefore 2 into 3, total 6 electron can be accommodated. This is the way in which you can explain. Next one, for an electron in 4p orbital, നമ്മൾ 4p orbital ഒരു ഇലക്ട്രോൺ എടുക്കുന്നു. Write all possible quantum number set. 4p orbital എടുക്കുന്ന ക്വാണ്ടം നമ്പറുകൾ എഴുതുക. n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. P ആയതുകൊണ്ട് എല്ലിന്റെ വാല്യൂ 1 ആണ്. L വാല്യൂ ആണെങ്കിൽ 1 ആണെങ്കിൽ MLന്റെ വാല്യൂ എന്ന് പറയുന്നത് +1 വരാം, 0 വരാം, -1 വരാം. അപ്പൊ MLന്റെ വാല്യൂ +1ഉം 0യും -1ഉം ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഉള്ള MS വാല്യൂ എന്ന് പറയുന്നത് +12 എന്ന് വരാം, -12 വരാം. ഇതാണ് പോസിബിൾ ക്വാണ്ടം നമ്പർ. എക്സ്പ്ലെയിൻ ഹൗ ഡീജനറസി ഓഫ് ദ ഓർബിറ്റൽ വുഡ് ബി അഫക്റ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനനുസരിച്ച് എങ്ങനെയാണ് ഓർബിറ്റലുകൾ സ്പ്ലിറ്റ് ആവുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക.
സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഡീജനറേറ്റ് ഓർബിറ്റലിൽ നടക്കുന്ന സ്പ്ലിറ്റിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എഫക്റ്റ് ആണ് എന്ത് സീമൻ എഫക്ട്. സോ സീമൻ എഫക്ട് എന്ന് പറയുന്നത് സീമൻ എഫക്ട് സ്പ്ലിറ്റ്സ് ദ ഡീജനറേറ്റ് ഓർബിറ്റ്. ഡീജനറേറ്റ് ഓർബിറ്റലെ സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ദ സ്പ്ലിറ്റിംഗ് ഈസ് ടേക്കൻ പ്ലേസ് ഓൺ ദ ബേസിസ് ഓഫ് ML വാല്യൂ. അതായത് ഓറിയന്റേഷനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ML ആണ്. MLന്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് ഡീജനറേറ്റ് ഓർബിറ്റലുകളുടെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടതായിട്ട് ഉള്ളത്. അടുത്ത ചോദ്യം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ. നിങ്ങൾക്കൊരു 2 മാർക്കിന്റെ ചോദ്യമായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഓർബിറ്റിലും തമ്മിലുള്ള വ്യത്യാസം. ഒരു 2 പോയിന്റെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കാം. ഇനി ഓർബിറ്റ് എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് സർക്കുലർ പാത്ത് ഓഫ് ദി ഇലക്ട്രോൺ. അതായത് ഈ പറയപ്പെടുന്ന ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന സർക്കുലർ പാത്തിനെയാണ് ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദി സർക്കുലർ പാത്ത്. സോ ഈ സർക്കുലർ പാത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? സർക്കുലർ പാത്തിലാണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. ഇനി ഓർബിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഓർബിറ്റൽ എന്ന് പറയുന്നത് ഇതൊരു 3D റീജിയൻ ആണ്. ഇറ്റ് ഈസ് എ 3 ഡയമെൻഷണൽ റീജിയൻ. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് എ 3D റീജിയൻ വെയർ the probability of finding the electron is maximum. അതായത് ഇലക്ട്രോണിനെ കാണാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആയിട്ടുള്ള ഒരു 3D റീജിയണിനെയാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. എവിടെയാണ് ഇലക്ട്രോണിനെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി മാക്സിമം ആയിട്ടുള്ളത് അതിനെ നമുക്ക് ഓർബിറ്റൽ എന്ന് വിളിക്കാം. ദെൻ ഓർബിറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്കൊരു സർക്കുലർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അതൊരു പ്ലെനാർ ആണ്, അല്ലെങ്കിൽ ഒരു പ്ലെയിനിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓർബിറ്റൽ എന്ന് പറയുന്നത് ഓർബിറ്റൽ യൂഷ്വലി എസിന്റെ കേസിലാണെങ്കിൽ അത് സ്പെറിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ പിയുടെ കേസിലാണെങ്കിൽ അത് ഡംബൽ ആയിരിക്കും, അല്ലെങ്കിൽ ഡിയുടെ കേസിലാണെങ്കിൽ അത് ഡബിൾ ഡംബൽ ആയിരിക്കും. ദെൻ ഓർബിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് it contradicts the Heisenberg uncertainty principle, but the concept of orbital supports the Heisenberg uncertainty principle. സോ നമ്മൾ റിവിഷൻ സീരീസ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിന്റെ ഫസ്റ്റ് റിവിഷൻ വീഡിയോ ആണിത്. ഇതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാവും. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.